ഒരു പുതിയ വീഡിയോയിലെല്ലാം മച്ചവർക്ക് സുഖം മാക്സിമം ലൈക്ക് പവർ ആക്കി ഗൈസ്. അപ്പോൾ ഇന്ന് ഇതിൽ നമ്മൾ കളിക്കാൻ പോകുന്നതാണ് മൈൻക്രാഫ്റ്റ്. സോ ഇതിൽ നമ്മൾ ഫസ്റ്റ് ടൈമാണ് കളിക്കുന്നത് ഗൈസ്. എല്ലാവരും ലൈക്ക് അടിക്കുന്ന തോന്നുന്നു ഗൈസ്. അപ്പോൾ ഏതെല്ലാം നമുക്ക് ആദ്യം എന്തൊക്കെ ചെയ്യണമെന്നാണ് നമ്മൾ ഇതിൽ നോക്കാൻ പോകുന്നത്. സോ എന്തൊക്കെ ചെയ്യാനുണ്ട്, ഇവിടെ കുറേ വുഡും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. സോ ഈ വുഡ് ഏതെല്ലാം നമ്മൾ കറക്കണം, അല്ല വെട്ടിയെടുക്കണം. ഓക്കെ, വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഒന്ന് വെട്ടി, നാലാമത്തും വെട്ടി. സോ കൈകൊണ്ട് ഏതായാലും കയ്യും തോന്നില്ല, ഇതൊന്നും ആവും തോന്നില്ല. നമ്മളേതായാലും വുഡും കാര്യങ്ങളും മുറിച്ചിട്ടുണ്ട് ഗൈസ്. ഇനിയും വുഡൊക്കെ വേണം ഗൈസ്. സ്റ്റിക്ക് ഉണ്ടാക്കണം, അതേ ക്രാഫ്റ്റിംഗ് ബ്ലോക്ക് ഉണ്ടാക്കണം, അതായത് സ്റ്റിക്ക്, അങ്ങനെ ഓരോ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം ഗൈസ് ഇവിടെ. സോ അതൊക്കെയാണ് മെയിൻ ടാസ്ക്. ഓക്കെ, ഇതെന്താണ് ഓൺ ബ്ലോക്കോ ഹോക്ക ബ്ലോക്സ് എന്തോ ആണ് ഗൈസ്, എന്ത് ചെയ്യട്ടെ. സോ അതൊന്നും വായിച്ചാൽ കിട്ടുന്നില്ല. ഹോക്ക ബ്ലോക്സ് അല്ല പ്ലാങ്ക്സ്, സോ പ്ലാങ്ക്സ് അങ്ങനെ എന്തോ ആണ്. സോ നമ്മളേതായാലും വുഡും കാര്യങ്ങളും നമ്മളേതായാലും ഇവിടെ വെട്ടിയിരിക്കണം. ഓക്കെ, ഇതൊക്കെ വെട്ടണം. നമുക്ക് മെഷീനൊന്നുമില്ല, ആകെ കയ്യേ ഉള്ളൂ. ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, സ്റ്റിക്ക് എടുക്കണം. സ്റ്റിക്ക് എടുക്കാൻ വേണ്ടി നമുക്ക് ഏതായാലും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കണം. ഈ സാധനം എടുക്കണം. ഇതേതായാലും 4 കിട്ടിയിട്ടുണ്ട്, 4 ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. സോ അഡ്ജസ്റ്റ് ചെയ്യാം. സോ ഇവിടെ നോക്കിയാൽ സ്റ്റിക്ക് കിട്ടിയിട്ടുണ്ട്. സ്റ്റിക്കും അവിടെ സൈഡ് വെക്കാം. ഓക്കെ, 4 സ്റ്റിക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 4 വേണ്ടിയില്ല, എന്നാലും നിൽക്കട്ടെ. സോ ഏതെല്ലാം ഇതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുക. സോ ഏതായാലും ക്രാഫ്റ്റിംഗ് ടേബിൾ അവിടെ വെച്ചിട്ടുണ്ട്. സോ ഏതായാലും നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനം എടുക്കണം. വുഡിൻ്റെ ഒരു ഓക്കെ വാള് കിട്ടിയിട്ടുണ്ട്, കുടവാള് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് ഏതെല്ലാം കുടവാളെന്ന് വിളിക്കാം. സോ നമുക്ക് ഏതെല്ലാം അധികം മലയാളത്തിലും വിളിക്കാം. ഓക്കെ, കൊടാലി, ഓക്കെ, എല്ലാ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. സോ ഏതെല്ലാം വുഡിൻ്റെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ട്, അല്ല വുഡിൻ്റെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നോക്കിയാൽ. സോ അത് മാത്രമല്ല നമുക്കൊരു ബോക്സ് കിട്ടിയിട്ടുണ്ട് ഫ്രീ ആയിട്ട്. ഏതായാലും മൈൻക്രാഫ്റ്റിന് നന്ദി പറയാൻ പറ്റുമല്ലോ. ഓക്കെ, നന്ദി പറയാനേ പറ്റത്തുള്ളൂ. അങ്ങനത്തെ ഒരു സംഭവങ്ങൾ ഫുഡ് ഐറ്റംസ് മൊത്തമുണ്ട്, അതുകൊണ്ട് തീരില്ല. ഇന്ന് ഏതായാലും കുശാലായിട്ടുണ്ട് ഗൈസ്. ഓക്കെ, സാധനം ഏതായാലും ആപ്പിൾ കിട്ടിയിട്ടുണ്ട്. സോ ഏതായാലും നമ്മളേതായാലും വില്ലേജ് തപ്പി പോകണം ഗൈസ്. ഓക്കെ, നമ്മളേലാണ് വുഡിൻ്റെ സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേമാതിരി തന്നെ കൊടാലിൻ്റെ വുഡിൻ്റെ ഒക്കെ വുഡിൻ്റെ ആണ്. സോ ഇതൊക്കെ വുഡിൻ്റെ ആണ്. പെട്ടെന്ന് തൂഫാനാണ് കാര്യമാണ്. ഓക്കെ, പെട്ടെന്ന് നമ്മളത് പെട്ടെന്ന് തീരും. ഇതിൻ്റെ ഇത് എന്ന് പറഞ്ഞാൽ കുറേ അധികം നേരം നിൽക്കുന്നില്ല. അങ്ങനത്തെ ഒരു പവർ ഇല്ലാത്ത സാധനമാണ്. നമ്മൾ സോംബിക്ക് വന്നാൽ അറ്റാക്ക് ചെയ്താലും വലുതായിട്ടൊന്നും ഉണ്ടാവില്ല. ഓക്കെ, വലിയ പവറൊന്നും ഇല്ലാത്ത സാധനം ആയതുകൊണ്ട് കാര്യമില്ല. സോ നമുക്ക് ഏതായാലും വില്ലേജ് അപ്പണം കഴിച്ചു. ഓക്കെ, ഇവിടെ പന്നിക്കുട്ടുണ്ട്, പന്നി. ഓക്കെ, സോ നമുക്ക് ഏതായാലും പന്നി ഇറച്ചി തിന്ന് നോക്കാം. നമ്മളേതായാലും എതിരായിട്ട് തിന്ന് നോക്കിയില്ല, നമ്മൾ ഫസ്റ്റ് ടൈം തിന്ന് നോക്കാം. ഓക്കെ, ഏതായാലും നമുക്ക് ചുമ്മാ തിന്ന് നോക്കാം. ഓക്കെ, എവിടെയാണ് ഏതായാലും തിന്നാൻ കഴിയില്ല കേസ്. നമ്മൾ ഫുള്ള് ഹെൽത്ത് ഫുള്ളാണ്. ഏതായാലും ഹെൽത്ത് കുറയണം, എന്നാലേ പറ്റുള്ളൂ. ഓക്കെ, ഫ്രീ ആയിട്ട് ഫുഡോ? എനിക്ക് തോന്നുന്നു കുറുക്കന്മാർ ഇവിടെ നന്നായിട്ടുണ്ട്. സോ കുറുക്കന്മാർ കൊന്നിട്ടാണ് തോന്നുന്നു ആടുംകുട്ടി, ആടുംകുട്ടി ചത്ത്. സോ ഏതായാലും നമുക്ക് ആടിനെ കൂടി കൊല്ല. അതിൻ്റെ ഒന്നും വല്ല കിട്ടും, അടിച്ച് കിട്ടിയില്ല. സോ ബ്ലാക്ക് ആടാണ്. ഓക്കെ, നമ്മളേതായാലും സാധനം കിട്ടിയിട്ടുണ്ട്. സോ ഇതുകൊണ്ട് നമുക്ക് എന്താ വെച്ചാൽ ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാമെന്നാണ് പറഞ്ഞിട്ട്. സോ ഇതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. പുതപ്പ് വേണമെങ്കിൽ ഉണ്ടാക്കാം. നമുക്ക് ഇഷ്ടംപോലെ എന്തെങ്കിലും സാധനം ഉണ്ടാക്കാം. ഇതില്ലെങ്കിൽ സോ ബ്ലൂ വാറി ഇവിടെ കണ്ട് നിൽക്കുന്നുണ്ട്. സോ നമുക്ക് ഫുൾ ഏതോ എടുത്തിട്ടുണ്ട്. സോ ഇവിടെ ഉണ്ട് ബ്ലൂ വാറി. ഇത് ഫുള്ള് എടുത്ത് നമുക്ക് ഏതായാലും ഇവിടെ നിന്ന് പോകണം. സോ നമുക്ക് നന്നായിട്ട് ഹെൽത്ത് നന്നായിട്ട് ശുശ്രൂഷിക്കണം, എന്നാലും നമുക്ക് നന്നായിട്ട് ഇതാകാനും. ഇവിടെ നോക്കിയെങ്കിൽ നല്ല ഒരു വ്യൂ ആണ്, വ്യൂ സെറ്റപ്പാണ് ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ. സോ കാണാൻ നല്ല ഭംഗിയാണ്. സോ ഇതിൽ ജാവൻ്റെ ഇതൊക്കെ ഇട്ടാൽ അങ്ങനെ നമ്മൾ കാട്ടിൽ നിന്ന് നേരെ നദിയിലോട്ട് വന്നിട്ടുണ്ട് ഗസ്. ഇനി നദിയിലുള്ള കാഴ്ചകൾ. ഓക്കെ, നമുക്ക് ഏതായാലും ഇവിടെ വേണമെങ്കിൽ കപ്പലൊക്കെ യൂസ് ചെയ്യാം. കപ്പലല്ല, സോറി, ബോട്ടൊക്കെ നമുക്ക് എടുക്കാം. ഓക്കെ, ഉണ്ടാക്കാം. മരത്തിൻ്റെ യൂസ് ചെയ്യാം, ഏതെങ്കിലും പല മോഡലായിട്ട്. അവിടെ നിന്ന് നീരാളിയാണെന്ന് തോന്നുന്നു ഗൈസ്. ഇവിടുത്തെ നീരാളി എങ്ങനെയാണെന്ന് തോന്നുന്നു, ബ്ലാക്ക് കളറൊക്കെയാണ്. സോ നമുക്ക് ഏതായാലും ഇവിടുന്ന് ഏതായാലും വീണ്ടും കാട്ടിലോട്ട് തന്നെ ലക്ഷ്യം. ഇവിടെ ഇത് കാട്ടിലോട്ട് തന്നെ പോകാൻ കഴിയില്ല. ഇതെന്താ ഇങ്ങനെ? ഓക്കെ, ഇതിങ്ങനെയാണ്. സോ ഇവിടെ നോക്കി ചിക്കൻ കിട്ടി. ഓക്കെ, ചിക്കൻ ഏതായാലും വേണ്ട. നമുക്ക് ഏതായാലും ഇപ്പം എല്ലാ ആവശ്യത്തിനുള്ള ഫുഡൊക്കെ ഉണ്ട് ഗൈസ്, ആപ്പിളൊക്കെ ഉണ്ട്. ഓക്കെ, സോ നമ്മളേതായാലും വില്ലേജ് അപ്പോൾ ഏകദേശം കരസ്ഥമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. കാരണം എന്താ വെച്ചാൽ എവിടെയെങ്കിലും ഈ തെണ്ടികൾ ഉണ്ടെങ്കിൽ, അതായത് സോംബീസ് ഉണ്ടെങ്കിൽ ഞാൻ പെടും. അത് മാത്രമല്ല സ്കെൽറ്റന് മറ്റേ മറിച്ചൊക്കെ ഉണ്ട് ഇതിൽ, എയിലാട്ട് വരാനായിട്ടില്ല. സോ അത്യാവശ്യമുള്ള ഫുഡൊക്കെ എടുക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇത്ര നന്നായിട്ട് സെറ്റപ്പാക്കി വെച്ചതാണ്. കാരണം നമ്മൾ ഇത്ര കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കി ഇവിടെ വീണ്ടും വെച്ച് ഇനിയിപ്പോ അഥവാ വീണ്ടും വരും വന്നാൽ അവളെ കൊന്നാ കഴിഞ്ഞ മോനെ അവസ്ഥ. എന്താ പറയാ, എൻ്റെ സാധനങ്ങൾ മൊത്തം പോകും, അതാണ് പ്രശ്നം. സോ നമ്മളേതായാലും ഇവിടുന്ന് ഏതായാലും വില്ലേജ് ഇവിടെ കൂടി കാണില്ലടി. ഈ പട്ടിക്കാട്ടിൽ എവിടെയാണ് വില്ലേജ്? നമ്മൾ ഏതോ പുരാതനമായ സ്ഥലത്താണ്. വില്ലേജ് തൊട്ടടുത്തിട്ട് പിന്നെ കുഴപ്പമില്ല, നമുക്ക് അവിടെ പോയിട്ട് സ്ലീപ്പ് ചെയ്യും. ഇതിപ്പോൾ നമ്മളെ സാധനം അവിടെയും കൂടി പോയി കിടക്കുകയാണ്. സോ അങ്ങനെ നൈറ്റ് ആയിട്ടുണ്ട്. പക്ഷെ അപ്രതീക്ഷിതമായിട്ട് ഒരാൾ നമ്മളെ മുമ്പിലോട്ട് ചാടിയിട്ടുണ്ട് ഗൈസ്. ഇവനെ അറിയാം നിങ്ങൾക്ക്. സോ ഇവനെ പേരെന്താണെന്ന് എനിക്ക് പിടികിട്ടാത്ത. സോ നിങ്ങളതിൽ കമൻറ്റ് ഗൈസ്. ഞാൻ നേരത്തെ പറഞ്ഞത് എനിക്കിതിൽ അധികം ആൾക്കാരുടെ പേരൊന്നും അറിയില്ല, ചിലവരുടെ പേരൊക്കെ എനിക്കറിയാം. ഞാൻ ഏതായാലും ബിഗിനർ ആയതുകൊണ്ടായിരിക്കും. സോ ഇവിടെ നോക്കിയാൽ ആളിങ്ങോട്ട് വന്നിട്ടുണ്ട്. സോ ഇവനെ ഏതായാലും ഇന്ന് കൊന്നിട്ട് തന്നെ ബാക്കി കാര്യമുള്ളൂ. സോ ബിഗിനർ. ഓക്കെ, നമ്മൾ ബിഗിനർ ആണെങ്കിൽ പ്രോ ലെവലാടെ കളി. എത്ര ഉള്ളൂ, ഈസി. ഇവനൊക്കെ നമുക്ക് നിസ്സാരമായിട്ട് തീർക്കും, ഇത്രേ ഉള്ളൂ. നമ്മൾ പ്രോയിലേക്ക് മാറി, എത്ര ഉള്ളൂ.
എന്താണ് പറയാനാ, നമ്മൾ പ്രോ ആയി. സോ നമുക്ക് ഏതായാലും ഇവിടെ എവിടെയെങ്കിലും സർവൈവ് ചെയ്ത് നിൽക്കാം. പക്ഷെ ഇവിടെ നിന്നിട്ട് വലിയ കാര്യമില്ല, കാരണം എന്താ വെച്ചാൽ കട്ടിലെങ്കിൽ ആണല്ലോ. സോ നമുക്ക് ഏതായാലും പുറത്തോട്ട് ഇറങ്ങാം, അതാണ് ഏറ്റവും സേഫ്. എടേ സോംബി. ഓക്കെ, നമ്മൾ ആദ്യമായിട്ടൊരു സോംബിനെ ഇവിടെ കണ്ടിട്ടുണ്ട് ഗൈസ്. ഇവനാണ് നമ്മൾ സോംബി അമ്മായി. ആടാ ഓടാ ചാവടാ ചാവട കുഞ്ഞാപ്പോ. എടാ ഞാൻ മിക്കറ എടാ രണ്ടെണ്ണം ഓടാ ചത്ത് റീസ്പോണായി. ഓക്കെ, തിരിച്ചു വന്നിട്ടുണ്ട്. സോ നമ്മൾ ഏതായാലും അങ്ങനെ ഇവിടെ വന്നിട്ടുണ്ട്. ഒരു ഹെൽത്ത് കുറഞ്ഞ് മന്നിച്ച. സോ അവിടെ ഏതായാലും കുറുക്കനും പട്ടിയൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്. സോ ഇവിടെ കുറേ ക്യാമ്പ് ഫയർ ഉണ്ട്, അതുകൊണ്ട് എന്തിനും അടുത്ത് വരാൻ ചാൻസ് കുറവാണെന്ന് തോന്നുന്നു. സോ ഇതിലൊന്നും ഇല്ല ഗൈസ്, ഞാൻ നേരത്തെ എടുത്താണല്ലോ. സോ അതുകൊണ്ട് തന്നെ ഇതിൽ ഉണ്ടാകാൻ ചാൻസ് കുറവാണ്. സോ മറ്റവ വന്നിട്ടുണ്ട്. എൻ്റെ പൊന്നോ സ്കെൽട്ടനും വന്ന് ഞാൻ ചത്ത്. സോ എൻ്റെ ഒന്നുമില്ല ഗൈസ്, എൻ്റെ സാധനങ്ങളൊക്കെ പോയി. എടാ അവനെ അടിക്കില്ലടാ, ചത്ത്. എടാ ഇവനും കൂടി അടിക്കേണ്ട കുഴപ്പമൂടിയല്ലേ. ഓക്കെ, ഇവനെ ഞാൻ തന്നെ കൊല്ലുന്ന്. ഈടാ പകുതി മുക്കാലം ഇവിടുന്ന് ഓടണാണ് നിച്ചം. സോ ഇവിടുന്ന് ഏതായാലും പെട്ടെന്ന് പോകണം, ഏറ്റവും നല്ല സേഫ്. സോ ഇവിടെ ഓടിയിൽ നമുക്ക് ഈടാ ഈ ചങ്ങായിനെ കൊല്ലാണ്ട് വിട മാട്ടെ, നീ കൊല്ലൂല്ലേ എന്നെ. സോ നമുക്ക് ഏതായാലും ഈടാ ഇവൻ ചത്ത് വീണ്ടും റീസ്പോൺ ആയിരുന്നു. എന്താ സോ നമ്മളങ്ങനെ രാത്രി ഏതായാലും പകലായോണ്ട് ഉത്തരക്കുണ്ട്. സോ ഇത് വീണ്ടും വീണ്ടും ചാടി വയ്ക്കും കുറച്ചാവുന്നു. ചിക്കനെങ്കിൽ ചിക്കൻ പച്ചമാംസം തിന്നണം. ഓക്കെ, സോ ഇവിടെ നോക്കിയെങ്കിൽ വുഡ് കുറേ ഉണ്ട്. സോ ഞാൻ ഇപ്പോഴാണ് ഒരു കാര്യം. സോ നമ്മളൊരു സാധനമില്ല ഗൈസ്, എല്ലാ സാധനങ്ങളും ഈ സ്വാമ്പി അതേമാതിരി സ്കെൽട്ടൻ മറ്റേ മറിച്ച് എല്ലാവരും വന്നാണ് നമ്മളെ തീർത്ത്. അതിന് ശേഷം മൊത്തം പോയി ഗൈസ്. സോ നമ്മളിപ്പോൾ ഒരു സാധനമില്ല, നമ്മൾ വീണ്ടും ക്രാഫ്റ്റ് ചെയ്തെടുക്കണം. ഓ നമ്മളൊരു വടി, ഒരു സ്റ്റിക്ക് പോലും ഇല്ല. സോ ഒക്കെ ഉണ്ടാക്കണം. ഓക്കെ, 4 ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. സോ ആവശ്യമില്ല എല്ലാ സാധനവും. സോ നമ്മളങ്ങനെ നദിയിലോട്ട് ലക്ഷ്യമാക്കിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരെ പോവുകയാണ്. കാരണം എന്താ വെച്ചാൽ ഏതായാലും നമ്മൾ കാട്ടിലോട്ട് പോകുന്ന പരിപാടി നമ്മൾ നിർത്തി. ഇതിലായിട്ട് പോകണ ഏറ്റവും സേഫ് എന്ന് തോന്നുന്നു. സോ നമ്മളേതായാലും കാട്ടിലോട്ട് നടക്കേണ്ട അവസ്ഥയാണ്. കാരണം എന്താ വെച്ചാൽ അങ്ങോട്ട് പോകാൻ പറ്റാത്ത ഇത് കുറേ അങ്ങോട്ട് നീന്തണം. നമ്മളേതായാലും ഈ സൈഡിലോടി പോയി ഉത്തർക്കുക, അതാണ് നല്ലത്. സോ ഏതായാലും അങ്ങോട്ട് വന്നാൽ. സോ നമ്മളങ്ങനെ ഇവിടെ വന്നപ്പോഴാണ് ഗൈസ് എന്താ വെച്ചാൽ നമ്മളൊരു കൂട്ടുകാരൻ ഇവിടെ നിൽക്കുന്നുണ്ട് എന്ന് തോന്നുന്നു ഗൈസ്. പക്ഷെ നമ്മളെ കൂട്ടുകാരൻ ഏതായാലും ഇവിടെ ഫയറൊക്കെ ഇട്ട് പോയിട്ടുണ്ട്. ഇവനാണെന്ന് അറിയത്തില്ല. ചെങ്ങായി അങ്ങനെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല, ഏതായാലും അവൻ്റെ ബാക്ക് പോയിരുന്നു. സോ ഹെൽത്തൊക്കെ കുറയുന്നുണ്ട്. സോ നമ്മളെ തീ പിടിച്ച അവസ്ഥ. സോ ഇവിടുന്ന് ഏതായാലും വേഗം പോകണം ഗൈസ്. സോ ഇതിൽ നമ്മളെ ബന്ധുക്കാരനോ സ്വന്തക്കാരനോ ഒന്നും ഇല്ല. നമുക്ക് ഏതായാലും ഇതിൽ കണ്ടുപിടിക്കണം ഗൈസ്. ഇവിടെ ആയിട്ട് നമ്മളെ സ്വന്തക്കാരനെ ഓടി കാണണമെന്നില്ല. ഈ തീയിട്ടവൻ എവനാണോ എന്തോ. സോ അവനെ ഏതായാലും കണ്ടുപിടിക്കണം. സോ അവനെ ഏതായാലും ഇവിടെ ഇല്ല എന്ന് തോന്നുന്നു. സോ ഇവനാണ് ഇവിടെ തീയിട്ട് പോയത്. സോ എനിക്ക് തോന്നുന്നു മിക്കവാറും സോംബി ആവാൻ ചാൻസ്. ഓക്കെ, അല്ലെങ്കിൽ എന്താ വെച്ചാൽ രാവിലെ ആയാലും പകലായാലും ഇവറ്റ് ചൂട് വന്നാലും പറ്റൂല, അതേ സ്കെൽട്ടനും പറ്റൂല. പിന്നെ മാത്രമല്ല വേറൊരുത്തനും കൂടി ഇന്നെ ആരാന്ന് എനിക്ക് എന്തോ പച്ച കളറിലെ. സോ അതിൻ്റെ പേര് എനിക്കറിയത്തില്ല. സോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ ഇതിൽ പകലായതുകൊണ്ട് നമുക്ക് ഏതായാലും ഇവിടെ എല്ലായിടത്തും തപ്പണം നമ്മളെ. സോ നമുക്ക് ഏതെങ്കിലും ആടിനെ ഏതെങ്കിലും അറക്കുക ഗൈസ്. ഓക്കെ, അറക്കില്ല, നമുക്ക് ഏതെങ്കിലും തച്ച് കൊല്ലുക. എന്നിട്ട് ഏതെങ്കിലും നമുക്ക് ഏതെങ്കിലും ഫുഡ് എടുക്കുക. ഓക്കെ, ഏതെങ്കിലും ഫുഡ് വേണമല്ലോ. സോ ഇത് മുബാർക്ക് ഗൈസ്. ഓക്കെ, ഇത് മുബാർക്ക് ഓക്കെ, എല്ലാത്തിനും നമുക്ക് ഏതെങ്കിലും തീർക്കാം. 1 2 3. ഓക്കെ, ചത്ത് അത്ര തന്നെയല്ലോ. സോ വീണ്ടും ഒരാടോ. സോ ഏതായാലും എല്ലാവർക്കും ആണെങ്കിൽ എൻ്റെ വക ആണെങ്കിൽ ഇറച്ചി ഞാൻ വീട്ടിലോട്ട് എത്തിച്ചേരാം. സോ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളേതായാലും ഓരോ 2 കിലോനായിട്ട് നിങ്ങൾക്ക് വെച്ചുതരാം. ഓക്കെ, ഇവിടെ ഏതായാലും ഹണീനെ ഏതായാലും നമുക്ക് 2 കിലോ തരാം. ഓക്കെ, എടാ ഇത് ഓട്ടോമാറ്റിക് ചാവാണ്. എടാ ഹെൽത്ത് കുറേ ഓട്ടോമാറ്റിക് ആത്താ. എടാ ചെങ്ങനെ അടിച്ചിട്ട് സേഫ് അല്ല തോന്നുന്നു. ഏതായാലും ഫുഡ് വേണം. ചത്തില്ല, ജസ്റ്റ് മിസ് ഗൈസ്. സോ എനിക്കൊണ്ട് ഇത് ഇത്ര ഹെൽത്ത് പോലും തോന്നുന്നു. ഫുള്ളായിട്ടാണ് പകുതിയാണ് എൻ്റെ പൊന്നെ ചത്തിരി അവിടെ. സോ ഏതായാലും നമുക്ക് ഏതായാലും ചങ്ങങ്ങോയിനെ ഏതായാലും കൊന്നിട്ട് നമുക്ക് ചിക്കൻ എടുക്കണം. ചിക്കൻ. സോ എനിക്ക് ഫുഡ് വേണം. ഫുഡ് അവിടെ നിൽക്കടാ. ചിക്കൻ ഫുഡ് അവിടെ നില്ലടാ. അവൻ്റെ ഒരു എടുക്കട ചാടാ. ഓക്കെ, നമ്മളേതായാലും അവനെ തീർത്തിട്ടുണ്ട്. ഇവന്മാരൊക്കെ എനിക്ക് തോന്നുന്നു ഇവന്മാരെ വീണ്ടും ഡെത്തായ വീണ്ടും റീസ്പോൺ ആവും തോന്നുന്നു. അങ്ങനത്തെ ഒരു എന്തോ ടെക്നോളജി ഉണ്ട്. സോ ഇവരേതായാലും ചിക്കൻ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ചിക്കൻ ഏതായാലും ഇവിടെ വെക്കാം. ഓക്കെ, ആവശ്യമില്ലാത്തൊക്കെ അവിടെ കൊണ്ടുപോയിടാം. സ്റ്റിക്ക് അവിടെ ഒന്നോട്ടെ കൈ നോട്ടെ. സോ ആടൊക്കെ നിൽക്കുന്നുണ്ട്. സോ രാത്രിയാണ് തീർക്കണത് ഗൈസ്, പാതിരാത്രി. ഇവിടെ ആണെങ്കിൽ ഒരു വില്ലേജ് പോട്ടെ, ഒരു വില്ലേജ് ഇറങ്ങി കാണണ്ടേ, അതുമില്ല. ഒരു വീട്. എന്തൊരവസ്ഥയുടെ ഇത്, എന്തൊരു കാടാണ് ഇതൊക്കെ. നമ്മൾ ഏതെങ്കിലും ബന്ധുവിട്ട് ഏതൊരു പട്ടിക്കാട്ടിലാണ് ഗൈസ്, എന്തൊരു അവസ്ഥയാണ്. സോ ഇവിടെ നോക്കിയാൽ ആടൊക്കെ ഉണ്ട് ഗൈസ്. ആടുണ്ട്, മാടുണ്ട്, കൈതുണ്ട്, എല്ലാ മൃഗങ്ങളും ഉണ്ട് ഈ കാട്ടിൽ. ഇല്ലാത്തൊരു മൃഗങ്ങളും ഇല്ല. ഇവന്മാർക്കൊന്നും കൂടുന്നില്ലേ. ചുവന്ന കാട്ടാടാണെന്ന് തോന്നുന്നത്. അതേമാതിരി കാട്ടിലെ പന്നികളുണ്ട്, അതൊക്കെയാണെന്ന് തോന്നുന്നത്. സോ ഏതായാലും ഇതിൽ എന്താ വെച്ചാൽ എന്തെങ്കിലും ഒരുത്തനെ നമ്മൾ തൊട്ടാൽ മതി, അത് നമ്മൾ വന്നാട് തോണ്ടും, അതാണ് അവസ്ഥ. സോ ഏതായാലും പന്നികൾ തൊടൂല, അതേമാതിരി നമ്മൾ ആട് തൊടൂല, കഴുത ഇതിൽ കഴുതുണ്ടോ എനിക്കറിയില്ല ഗൈസ്, കമൻറ്റ് ചെയ്യുക. സോ ഇത് കുതിര തൊടൂല. സോ ഓക്കെ, കുതിരകളും തൊടത്തില്ല. തൊടുന്ന ഒറ്റ ജാതിയെല്ലും ഏതൊക്കെ അറിയും. നമ്മളെ സ്പാഡർ തൊടും, അതേമാതിരി സ്കെൽട്ടന്. ഇവന്മാരൊക്കെ നമ്മളെ വന്നാട് തോണ്ടും.
സ്കെൽട്ടൻ ഏതെങ്കിലും തൊണ്ട് പാതിരാത്രിയല്ലേ. സോ ഏതായാലും പറഞ്ഞിട്ട് കാര്യമില്ല, സോംബി വരെ തൊടും. നമ്മളേതായാലും തൊടാത്തൊരു ജാതി ഇല്ല ഇവിടെ. സോ ഇവിടെ കുറുക്കന്മാർ തൊടാൻ ചാൻസ് ഉണ്ട്, അതേമാതിരി നരികൾ തൊടും, അതേമാതിരി ഓക്കെ ചെന്നായിക്കുട്ടികൾ തൊടും, എല്ലാം നമ്മൾ തോണ്ടും. സോ ഏതായാലും നമ്മളേതായാലും നന്നായിട്ട് ശ്രദ്ധിച്ച് കളിക്കണം, മൂവ് ചെയ്യണം. ഇവിടെ തന്നെ സർവൈവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്താ വെച്ചാൽ നമ്മളെ കയ്യിലാണെങ്കിൽ ബെഡ് സാധനമല്ല. സോ രാത്രിയാണ്, എന്തൊരവസ്ഥയാണ്. നമ്മളിവിടെ ഇങ്ങനെ സർവൈവ് ചെയ്ത് കയറണല്ലേ, രാത്രി ഒരിക്കലും സർവൈവ് ചെയ്യാൻ കഴിയില്ല, ഒന്നാമത് ഇങ്ങനത്തെ ഒരു കാട്ടിൽ. സോ സോംബികളിൽ കാട്ടിൽ നമുക്ക് ഒരിക്കലും സർവൈവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അല്ലേ ഹെൽത്ത് ഫുള്ളാകട്ടെ, വലിയ പണിയാണ്. സോ ഏതായാലും മൊത്തം കഴിഞ്ഞു, ഇല്ല മീറ്റ് ഇനിയുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ വേവിച്ചാത്ത ഇറച്ചിയാണ്ടേ നമുക്ക് ഏതായാലും വലുതായിട്ടൊന്നും ഒരു ഗുണം ഉണ്ടാവില്ല കേസ്. ഓക്കെ എടേ സ്കെൽട്ടൻ എടാ മിക്കവാറും ചാവും. എടാ 1 2 എടാ പോടാ. എടാ ഈ അരപ്പാളികളെല്ലാം എടുത്തിട്ടുണ്ട്, ഇതാ സോംബി കണ്ടിരുന്നു. സോ ഇതിപ്പോ 2 ഭാഗത്ത് 3 ഭാഗത്ത് കുടുങ്ങിയടേ. സോ നമുക്ക് അട്ടത്ത് കയറാം, അതാ ഏറ്റവും നല്ല സേഫ്. എടേ കേറ് എട്, നമുക്ക് വരെ അത് കൊല്ലാൻ കഴിയില്ല, കാരണം എടേ മറ്റേ കൈ ഈ ചെങ്ങായിമാരൊക്കെ എല്ലാം കൊടുത്തിട്ടുണ്ടല്ലോ. സോ ഓക്കെ നമ്മളേതായാലും വില്ലേജ്, ആ വില്ലേജ് അത് വില്ലേജ് അല്ലല്ലേ, ജന്തുനാടെ മനുഷ്യനെ സന്തോഷിപ്പിക്കാനൊരു വില്ലേജ് കാണിച്ചു തന്നൂടെ. സോ ഏതായാലും വീണ്ടും നമ്മൾ കാട്ട് തന്നിട്ടുണ്ട്. സോ മിക്കവാറും ചാവുന്നാ തോന്നുന്നു ഇങ്ങനത്തെ ഒരു സ്ഥിതിയിൽ. സോ നമ്മൾ കുടുങ്ങിയ അവസ്ഥയാണ്. സോ ഏതായാലും ഇവിടെ ഏതായാലും നിൽക്കണ വലിയ സേഫ് അല്ല തോന്നുന്നു, അല്ല സേഫ് അല്ല, അല്ലെങ്കിൽ സേഫ് അല്ല. സോ ഇതെന്തോന്നടെ കാട് ഇങ്ങനെ. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ എടാ ഈ സോംബി ഇങ്ങോട്ട് കയറിയായിരുന്നു, ഞാൻ ചത്ത്. എടാ ഞാൻ എവിടെയെങ്കിലും വിളിച്ചു തൊട്ടടേ, സമ്മതിക്കൂല തണ്ടികള്. സോ അടി ചാടല്ലേ, ചത്ത്. വീണ്ടും റീസ്പോൺ ആയി നമ്മൾ വന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ എൻ്റെ പൊന്നെ. സോ ആകെ പെട്ട് ഗൈസ്. സോ നമുക്ക് ഏതെങ്കിലും ഇവിടുന്ന് ഏതെങ്കിലും രക്ഷപ്പെടാൻ ഒറ്റ വയ്യല്ലേ ഗൈസ്. എന്താ വെച്ചാൽ മരത്തിന് എഴുതി അട്ടത്ത് കയറിയുന്നത്, അതായത് നല്ല ടോപ്പ് റൂഫില്ലേ, അത് നമ്മൾ ഈ ചെറിയ ഇതിൻ്റെ അടിയിൽ മണ്ണിൻ്റെ അടുത്തൊക്കെ നിന്നിട്ട്, അതായത് മരത്തിന് നുറുക്ക് കയറുന്ന രീതിയിലുള്ള സ്ഥലത്ത് കയറിക്കരുത്, ഉയരങ്ങളിൽ. ഓക്കെ ഉയരങ്ങളിൽ നമ്മൾ പ്രളയം വന്നപ്പോൾ ഉയരങ്ങളിലാണ് നമ്മൾ കയറിയിരുന്നത്, അതേമാതിരി ഉയരങ്ങളിൽ കയറി നിൽക്കണം. സോംബീസ് വന്നാലും അത് ഉറപ്പാണല്ലോ കേസ്. എന്തെങ്കിലും സോംബീസോ അങ്ങനെ വന്നാൽ നമ്മൾ വീടിൻ്റെ നുറൂല കയറി നിൽക്കണം, അതായത് ഈറ്റക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ. സോ അങ്ങനത്തെ നുറൂല കയറി. സോ അങ്ങനെ നമ്മളേതായാലും നമ്മളൊരു വീട് ഉണ്ടാക്കിയിട്ടുണ്ട് കേസ്, അതായത് മരത്തിൻ്റെ ഉള്ളിലെ വീട് അങ്ങനെ വേണമെങ്കിൽ പറയാം. ഓക്കെ ഏതായാലും ഹോമാണ് കേസ്. ഇതിപ്പോൾ തൽക്കാലം നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റിയൊരു ഹോമാണ്. സോ അങ്ങനെ ഏതായാലും നമ്മൾ നദിയിലെത്തിയിട്ടുണ്ട് കേസ്. ഓക്കെ പകലായിക്കൊണ്ടിരിക്കുകയാണ്. ഏതോ തെണ്ടി വന്നടേ ഈ സ്പാഡറി. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഇവന്മാരൊക്കെ പേടിക്കണം, അതാണ് ഏറ്റവും വലിയ പേടി. സോ ഇവന്മാരെ എടുത്ത് നിൽക്കാൻ പറ്റില്ല, എൻ്റെ ഹെൽത്തില്ലടേ ആകെ 3-4 ഹെൽത്തല്ലു, ഒറ്റയടിക്ക് ഞാൻ ചാവും, അങ്ങനത്തെ അവസ്ഥയാണ്. സോ ഇവിടെ നോക്കിയാൽ ആ മുയലിൻകുട്ടൻ. സോ മുയലിനെ എടുക്കാനടിച്ച് ആ മുയൽ അങ്ങോട്ട് ഉള്ളോട്ട് പോയി. അപ്പം തെണ്ടികളാണല്ലോ ഇവിടെ മൊത്തം, ഇവനും ഉടായ്പകളാണ്, ഉടായ്പ കേസുകൾ. സോ ഏതായാലും നമ്മൾ ഉടായ്പാണ് പറഞ്ഞത് എല്ലാം. സോ നമ്മളേതായാലും ഓക്കെ ഇവിടെ ഏതായാലും നമ്മളെ വില്ലേജ് എപ്പോഴാണ് കഴിച്ചത്, അതാണ് നമ്മളെ ടാസ്ക് എന്ന് വെച്ചാൽ. ഓക്കെ ഇവന്മാരൊന്നല്ല, ഇവന്മാരൊക്കെ ഇടയിൽ കൂടെ വന്ന പണിയാണ്. സോ നമ്മളതിലിപ്പോൾ ഇല്ല ഫുഡൊന്നും ഇല്ല കൈസ്, ഒന്നുമില്ല. നമ്മൾ സ്റ്റിക്ക് 2 ഉണ്ട് കൈസ്, 3 അല്ല 2 ഉണ്ട് കൈസ്. ഓക്കെ 2 സ്റ്റിക്ക് ഉണ്ട് നമ്മളെ കയ്യിലാകല്ല തുവല് മറ്റേ മറിച്ച എല്ലാം ഉണ്ട്. സോ ഫുഡില്ല കൈസ്. ഓക്കെ ചിക്കനെങ്കിൽ സോ ചിക്കൻ അവിടെ നിൽക്കടാ ചിക്കൻ. സോ പച്ചമാംസം തിന്നണം. ഓക്കെ നമ്മളേതായാലും പച്ചമാംസമെങ്കിൽ പച്ചമാംസം വേർത്തെ തിന്നുക, അതാണ് നമ്മൾ ആലോചിച്ചത്. സോ ഏതായാലും നമ്മളേതായാലും സോംബീൻ്റെ ഒരു കൂട്ടത്തിൽ പെട്ട് പോയിട്ടുണ്ട്. സോ അവരടിച്ചടിച്ച് നമ്മൾ ലാസ്റ്റ് സോംബിയായ അവസ്ഥ. നമ്മളെ തുവലെ കണ്ട് ഇതൊക്കെ എന്തിനാണ് തുവല്, എന്തൊക്കെയാണ് കൈസ് ചൊവ്വല്, എന്തെങ്കിലും പാൻ എന്തെങ്കിലും ഉണ്ടാക്കാനൊക്കെ പറയാൻ പറ്റില്ല. സോ റിയൽ ലൈഫിൽ എന്തൊക്കെയുണ്ട് അതൊക്കെ ഇതിൽ ഉണ്ടാക്കാനാണ് തോന്നുന്നത്, എനിക്കറിയത്തില്ല കേട്ടോ. സോ അങ്ങനെയൊക്കെയാണ്. മൈൻക്രാഫ്റ്റിൻ്റെ ഫാൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ നമ്മളേതായാലും ഇവിടെ നോക്കുക, അറിയാവുന്നവരൊക്കെ ഉണ്ടാവും നന്നായിട്ട്. ഓക്കെ പ്രോ പ്ലേയേഴ്സ് അല്ലേ. സോ നമ്മളൊക്കെ പിന്നെ ബിഗിനറാണ്, ന്യൂ പ്ലെയർ ആണ്, അതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. സോ ഇവിടെ നോക്കിയാണെങ്കിൽ സോ അങ്ങനെ നമ്മളേതായാലും സർവൈവ് ചെയ്യാൻ ഒരു കുടീര ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്, അല്ല ഒരു വീട് ഉണ്ടാക്കിയിട്ടുണ്ട്, വീണ്ടും ഒരു ഹോം. സോ ഏതായാലും സർവൈവ് ചെയ്യണം, അതാണ് നമ്മളെ ഏറ്റവും പ്ലാൻ. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ പുറത്തിറങ്ങി നടന്നിട്ട് കാര്യമില്ല, ഏതായാലും നമ്മൾ വടിയാവും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ പുറത്തിറങ്ങുന്ന അടിയല്ലേ നമ്മളിങ്ങനെ കളിച്ചതാണ്, വടിയാവാതെ. ഓക്കെ നല്ല രീതിയിൽ കളിച്ച് ഇങ്ങനെ മൂവ് ചെയ്യണതാണ് ഏറ്റവും നല്ല സേഫ്. രാവിലെ നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഏതായാലും ഗുഡ് മോർണിംഗ് ഗൈസ്. ഏതായാലും ഡേ 3 ആണ് ഗൈസ്. സോ നമ്മളെങ്ങനെ എവിടെയെങ്കിലും നോക്കിയെങ്കിൽ നമ്മളൊന്ന് സർവൈവ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഏതായാലും സർവൈവ് ചെയ്യുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. സോ പോത്തിനൊക്കെ വന്ന് സോ അങ്ങനെ ഏതായാലും തീർത്ത് വിട്ടിട്ടുണ്ട്, കില്ല ചെയ്തിട്ടുണ്ട്. സോ അവൾ മാത്രമല്ല ഇവിടെ നോക്കി നമ്മളെ ആടുണ്ട്, ആടിനെ നമ്മളങ്ങനെ തീർത്ത് ഫുഡ് എടുക്കണം. സോ അതൊക്കെയാണ്. ഓക്കെ ആട് വന്ന് നമ്മൾ ഉമ്മ വെക്കാൻ വരുന്നുണ്ട്. ഓക്കെ ഉമ്മ വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ, വലിയതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ, നമ്മൾ തീർത്തിട്ടല്ല കാര്യമുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഫുഡ് വേണം, അതേമാതിരി എല്ലാ സാധനങ്ങളും ഉണ്ടാക്കണം, അതാണ്. സോ അല്ലാണ്ട് നമുക്ക് ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റൂലല്ലോ. സോ ഏതായാലും അങ്ങനെയൊക്കെയാണ്. സോ ഏതായാലും ഡേ 3 ആണ്. സോ വേർ ഇസ് ദ വില്ലേജ്. സോ ഞാൻ അതാണ് നോക്കുന്നത്, ഇവിടെ വില്ലേജ് പോയിട്ടൊരു അണ്ടിവരിപ്പ് പോലും കാണാൻ എന്തൊന്നും. സോ കുറെ ആടുണ്ട്, മാടുണ്ട്, മറ്റുണ്ട്, മറിച്ചുണ്ട്, ഇത് മാത്രം.
സോ നമ്മളങ്ങനെ ഇവിടെ ആണെങ്കിൽ ഒരു സാധനം കാണാൻ ഒരു വില്ലേജെങ്കിൽ കാണാൻ ഒരു വില്ലേജർ അറ്റ്ലീസ്റ്റ് അതുമില്ല. സോ കുറെ മല ഉണ്ട്, അതേമാതിരി മറ്റുണ്ട് മറിച്ചുണ്ട്. എന്തൊരവസ്ഥയുടെ. സോ ഞാൻ ഏതായാലും നമ്മുടെ ആണെങ്കിൽ സാധനങ്ങളൊക്കെ സോ നമ്മളങ്ങനെ വുഡ് കൊണ്ട് നമ്മൾ ഇതും കാര്യം ബോട്ടും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ വില്ലേജ് കാണില്ലടാ, അതാണ് ഏറ്റവും എന്നെ അത്യാവശ്യപ്പെടുത്തുന്നത്. എടാ വേർ ഇസ് ദ വില്ലേജ്? എടാ എടാ വില്ലേജ് ആ വില്ലേജ് അല്ലേ? എടാ അവസാനം നമ്മൾ വില്ലേജ് ഉണ്ട്. എടാ പൊന്നെ വില്ലേജ്. ഓക്കെ നമുക്കിത് ഫുഡ് കാര്യങ്ങളൊക്കെ എടുക്കാം. സോ എത്ര നേരം ഇതിനു വേണ്ടിയാണ് കാത്തുക്കണ്, എന്താ പറയണ്ടേ എനിക്കറിയില്ല ഗൈസ്. ഓക്കെ നമ്മൾ അവസാനം ഇതൊക്കെയാണ് ഒരു സർവൈവൽ ഗൈസ്. ഓക്കെ എൻ്റെ പൊന്നെ നമ്മൾ അങ്ങനെ അവസാനം വില്ലേജ് കണ്ടിരിക്കുന്നു. എടാ സോ ഇവിടെ പോയിട്ട് വില്ലേജറൊന്നും ഇല്ലടേ, ഇവിടെ വില്ലേജറൊന്നും ഇല്ലേ? സോംബി മാത്രം ഞാൻ അങ്ങനെ പെടുട്ടെ ഗൈസ്, മിക്കവാറും ഞാൻ പെടും. ഓക്കെ ഏതായാലും നമുക്ക് ഏതായാലും ഇറങ്ങാം. സോ ഗൈസ് അങ്ങനെ അവസാനം നമ്മൾ വില്ലേജ് കണ്ടിരിക്കുന്നു ഗൈസ്. ഓക്കെ എത്ര നേരത്തെ കഷ്ടപ്പാടാണെന്നറിയോ? സോ ഏതായാലും സോ ലൈക്ക് അടിക്കുക ഗൈസ്. സോ ഇതൊക്കെയാണ് സർവൈവൽ എന്ന് നിങ്ങൾ കമൻറ്റ് അറിയാമായിരിക്കും. ഓക്കെ ഇങ്ങനെ ഒരു സർവൈവ് ചെയ്ത് ഞാൻ ഇതുവരെ ആയിട്ട് ഞാൻ സർവൈവ് ചെയ്ത് എങ്ങനെയൊക്കെ പിടിച്ചു നിന്ന്. അതേപോലെ സോംബി എന്ന് അതേമാതിരി സ്കെൽട്ടം വന്ന് മറിച്ച് എന്തൊക്കെ വന്ന് ഗൈസ് എന്നെ കൊല്ലാൻ. സോ വെള്ളത്തോടൊപ്പം ചാടി ചത്തിനി. സോ ചാവുന്നില്ല. ഓക്കെ ഏതായാലും അങ്ങനെ നമ്മൾ വില്ലേജ് കണ്ടിരിക്കുന്നത് ഗൈസ്. ഓക്കെ പൂച്ചക്കുട്ടിയൊക്കെ ഉണ്ട് ഗൈസ് ഇവിടെ. അത് മാത്രമല്ല ഇവിടെ എന്തൊക്കെ ഉണ്ട് ഗൈസ്. ഓക്കെ സോ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എവിടെയെങ്കിലൊക്കെ സ്ലീപ്പ് ചെയ്യണം, ഉറങ്ങണം, അല്ലെങ്കിൽ നമുക്ക് പണിയാണ്. കാരണം ഓക്കെ ഇത് തുറന്നിട്ടുണ്ട്. സോ തുറന്ന് വില്ലേജർ ഇവിടെ ഉറങ്ങുന്നുണ്ട്. ഏതായാലും വെറുതെ ആളേതായാലും അവിടെ നന്നായിട്ട് ഉറങ്ങുന്നുണ്ട്, സ്ലീപ്പ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് വേറെ എവിടെയും കട്ടിൽ നോക്കേണ്ടിയിരിക്കും ഗൈസ്. ഓക്കെ അതാണ് ഏറ്റവും നല്ലത്. സോ ഇവിടെ തന്നെ ഞാൻ അടുക്കുമല്ലോ, ഇവനങ്ങനെ ഇവിടെ ഉറക്കിയിട്ട് കാര്യമല്ലോ ചെങ്ങായിനെ. ഇതെന്തോന്നിട്ട് അടിയപ്പോൾ തുറക്കുക, ഞാൻ അവിടെ പെട്ട അവസ്ഥ എന്തത്. സോ ഗൈസ് അങ്ങനെ അവസാനം നമ്മൾ ഏതായാലും വില്ലേജ് കണ്ടുപിടിച്ച് ഇനി അതായത് സോംബി എല്ലാത്തിനും നമ്മൾ കണ്ടിട്ടുണ്ട് ഗൈസ്. സെൻട്രൽമാനും മറ്റും മറിച്ച് എല്ലാത്തിനും നമ്മൾ കണ്ട്, പച്ച നീല എല്ലാ നിറത്തിലൊക്കെ കണ്ട് ഗൈസ്. സോ അങ്ങനെ നമുക്ക് ഏതായാലും ഒരുത്തനോട് കാണാണ്ട് ഗൈസ്, അവൻ ഇവിടെ ഉണ്ട് ഗൈസ്. സോ ഏതായാലും നമ്മളെ തപ്പി കണ്ടുപിടിച്ചിട്ട് കാര്യമില്ലല്ലോ. സോ നമുക്ക് ഏതായാലും പാർട്ട് 2 വീഡിയോയിൽ നോക്കാം ഗൈസ്. സോ ഏതായാലും മൈൻക്രാഫ്റ്റിന് നിങ്ങൾക്ക് അടിപൊളി കിട്ടുന്ന വീഡിയോസ് കാണുമെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് അടിക്കുക, പവർ ആക്കുക. സോ കമൻറ്റ് അടിക്കാൻ മറക്കരുത് ഗൈസ്. എന്താ വീഡിയോസൊക്കെ വേണമെങ്കിൽ നിങ്ങൾ മൈൻക്രാഫ്റ്റിൻ്റെ ഫാൻസ് ആണെങ്കിൽ നമ്മളിങ്ങനെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും ഗൈസ്. കമൻറ്റ് ചെയ്യുക. സോ നമ്മളേതായാലും നമ്മളെ വീട് ഇതാണ് ഗൈസ്. വീഡിയോ ഏതായാലും അപ്പുറത്തുനിന്ന് മാറ്റി ഇപ്പുറത്തേക്ക് ആക്കിയിട്ടുണ്ട്. അവൻ്റെ വീട്ടിൽ നമ്മൾ ശല്യം ചെയ്യണ്ടല്ലോ. സോ അങ്ങനെ നമ്മളേതായാലും ഇവിടെ വന്നിട്ടുണ്ട്. സോ ഇതൊക്കെ അടിച്ച് നോക്കാം. ഓക്കെ ടെന്നിൻ്റെ എല്ലാവരും ഇറങ്ങുക. എന്താണ് എല്ലാവരും ഉറങ്ങണേ? എണീച്ച് പോടാടുന്നു. സോ അതാ നമ്മളങ്ങനെ അവസാനം മറ്റവനെയും കണ്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഏതായാലും അവസാനമായി നമ്മളേതായാലും തീർക്കുകയാണ് ഗൈസ്. ഓക്കെ ഏതായാലും ഇവനാണ് നമ്മളെ കുഞ്ഞാപ്പു. ഓക്കെ ഇവ കുഞ്ഞാപ്പിനെ അടിച്ചാൻ പാടില്ല എന്നാണ് ഇവൻ പറയുന്നത്. അടിച്ചാൽ അപ്പം ബാക്ക് കൂടും അതാണ്. സോ ഇവന് കുറച്ച് എടാ എന്താടാ പോടാ എടാ അവൻ ബാക്ക് കൂടുന്നുണ്ട്. അവൻ ഒരു അടി അടിച്ചാൽ മതി ഞാൻ ചാവും. ഓക്കെ ഗൈസ് ബൈ ദ വൈ സ്റ്റേ സൂൺ ഗൈസ് ബൈ ദ വൈ.